നമസ്കാരം. വിവിധ ജോലികൾക്കിടയിലും യാത്ര ചെയ്യുമ്പോഴുമൊക്കെ PSC ഉദ്യോഗാർത്ഥികൾക്ക് കേട്ടുപഠിക്കുവാനുള്ള ഒരു സംവിധാനമാണിത്. അപ്പോൾ നമ്മൾ പാഠ്യഭാഗങ്ങൾ ഒരു പ്രാവശ്യം കേട്ടതിന് ശേഷം വീണ്ടും രണ്ടോ മൂന്നോ തവണ കൂടി കേൾക്കുവാൻ ശ്രമിക്കുക. അപ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ ബൈഹാർട്ടാക്കാൻ സാധിക്കുക. കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യമില്ല. 1-2 തവണ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മയിൽ ഒരുവിധം 90% കാര്യങ്ങളും ഓർമ്മയിലുണ്ടാവും. നമുക്ക് ഡേറ്റ ഓഫ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം മുഴുവനായി കേട്ട് കഴിഞ്ഞാൽ ഡേറ്റ ഓഫ് ചെയ്ത് വെച്ചുകൊണ്ടും വേണമെങ്കിൽ വീണ്ടും റിപ്പീറ്റ് കേൾക്കാവുന്നതാണ്. യൂട്യൂബിൽ നമ്മുടെ ഡേറ്റ നഷ്ടം വരാതെ തന്നെ നമുക്ക് വീണ്ടും കേൾക്കുവാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം. മനുഷ്യ ശരീരം എന്നതാണ് ഇന്നത്തെ ടോപ്പിക്ക്. ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെ സംരക്ഷിക്കുന്ന അസ്ഥികൂടത്തിൻ്റെ ഭാഗമാണ് അക്ഷാസ്ഥികൂടം. ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെ സംരക്ഷിക്കുന്ന അസ്ഥികൂടത്തിൻ്റെ ഭാഗമാണ് അക്ഷാസ്ഥികൂടം. അസ്ഥികളെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ചരട് പോലുള്ള ഭാഗമാണ് സ്നായുക്കൾ. അസ്ഥികളെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ചരട് പോലുള്ള ഭാഗമാണ് സ്നായുക്കൾ. അസ്ഥികളെയും പേശികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചരടുകൾക്ക് പറയുന്ന പേരാണ് ടെൻഡനുകൾ. അസ്ഥികളെയും പേശികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചരടുകൾക്ക് പറയുന്ന പേരാണ് ടെൻഡനുകൾ. അസ്ഥികൾ നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങൾ ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ എന്നാണ് അറിയപ്പെടുന്നത്. അസ്ഥികൾ നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങളാണ് ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ. അപ്പോൾ ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെ സംരക്ഷിക്കുന്ന അസ്ഥികൂടത്തിൻ്റെ ഭാഗമാണ് അക്ഷാസ്ഥികൂടം. അസ്ഥികളെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ചരട് പോലുള്ള ഭാഗമാണ് സ്നായുക്കൾ. അസ്ഥികളെയും പേശികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചരടുകൾക്ക് പറയുന്ന പേരാണ് ടെൻഡനുകൾ. അസ്ഥികൾ നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങളാണ് ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ. അപ്പോൾ ശരീരത്തിലെ ഏറ്റവും ദൃഢതയേറിയ കല എന്ന് പറയുന്നത് അസ്ഥിയാണ്. ശരീരത്തിലെ ഏറ്റവും ദൃഢതയേറിയ കല അസ്ഥിയാണ്. ഈ അസ്ഥികളെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ചരട് പോലുള്ള ഭാഗമാണ് സ്നായുക്കൾ. അതുപോലെ അസ്ഥികളെയും പേശികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചരടുകൾക്ക് പറയുന്ന പേരാണ് ടെൻഡനുകൾ. അസ്ഥികളെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ചരട് പോലുള്ള ഭാഗമാണ് സ്നായുക്കൾ. അസ്ഥികളെയും പേശികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചരടുകൾക്ക് പറയുന്ന പേരാണ് ടെൻഡനുകൾ. ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന സന്ധിയാണ് കീലസന്ധി. ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന സന്ധിയാണ് കീലസന്ധി. നമ്മൾ പഠിച്ചു ശരീരത്തിലെ ഏറ്റവും ദൃഢതയേറിയ കല എന്ന് പറയുന്നത് അസ്ഥിയാണ്. അപ്പോൾ തലയോട്ടിയിലെ ആകെ അസ്ഥികൾ 22ആണ്. തലയോട്ടിയിലെ ആകെ അസ്ഥികൾ 22ആണ്. മുഖാസ്ഥികളിൽ ഏറ്റവും ശക്തി കൂടിയത് കീഴ്ത്താടിയെല്ലാണ്. മൂക്കിലെ പാലത്തിലെ അസ്ഥിയുടെ ശാസ്ത്രീയ നാമം എത്തുമോയിഡ് എന്നാണ്. എത്തുമോയിഡ്. മൂക്കിലെ പാലത്തിലെ അസ്ഥിയുടെ ശാസ്ത്രീയ നാമമാണ് എത്തുമോയിഡ്. മുഖാസ്ഥികളിൽ ഏറ്റവും ശക്തി കൂടിയത് കീഴ്ത്താടിയെല്ലാണ്. മുഖാസ്ഥികളിൽ ഏറ്റവും ശക്തി കൂടിയത് കീഴ്ത്താടിയെല്ല്. സന്ധിയിലെ അസ്ഥികൾ തമ്മിൽ ഉരസൽ കുറയ്ക്കുന്ന ദ്രവമാണ് സൈനോവിയൽ ദ്രവം. സന്ധിയിലെ അസ്ഥികൾ തമ്മിൽ ഉരസൽ കുറയ്ക്കുന്ന ദ്രവമാണ് സൈനോവിയൽ ദ്രവം. ഒരു ശിശു വളർന്നു വരുമ്പോൾ എല്ലുകളുടെ എണ്ണത്തിൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടാകുന്നത്? എല്ലുകൾ കുറയുകയാണ് ചെയ്യുന്നത്. ഒരു ശിശു വളർന്നു വരുമ്പോൾ എല്ലുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകുന്നു. റേഡിയസ് അൾന എന്നീ അസ്ഥികൾ എവിടെ കാണപ്പെടുന്നു? കയ്യിലാണ് കാണപ്പെടുന്നത്. റേഡിയസ് അൾന എന്നീ അസ്ഥികൾ കയ്യിലാണ് കാണപ്പെടുന്നത്. നട്ടെല്ലിലെ രണ്ടാമത്തെ അസ്ഥിയാണ് ആക്സിസ്. മൂക്ക്, ചെവി തുടങ്ങിയ അവയവങ്ങളിൽ കാണപ്പെടുന്ന മൃദുവായ അസ്ഥികൾ അറിയപ്പെടുന്നത് തരുണാസ്ഥികൾ എന്നാണ്. മൂക്ക്, ചെവി തുടങ്ങിയ അവയവങ്ങളിൽ കാണപ്പെടുന്ന മൃദുവായ അസ്ഥികൾ അറിയപ്പെടുന്നത് തരുണാസ്ഥികൾ എന്നാണ്. അപ്പോൾ ശരീരത്തിലെ ഏറ്റവും ദൃഢതയേറിയ കലയാണ് അസ്ഥി. ഈ അസ്ഥികൾ നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങളാണ് ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ. ഒരസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന സന്ധിയാണ് കീലസന്ധി. അതുപോലെ തന്നെ നട്ടെല്ലിലെ രണ്ടാമത്തെ അസ്ഥിയാണ് ആക്സിസ്. റേഡിയസ് അൾന എന്നീ അസ്ഥികൾ കയ്യിലാണ് കാണപ്പെടുന്നത്. ഓക്കെ. മധ്യകർണത്തിലെ അസ്ഥികളുടെ എണ്ണമാണ് 3. മധ്യകർണത്തിലെ അസ്ഥികളുടെ എണ്ണം 3ആണ്. തലയോട്ടിലെ ആകെ അസ്ഥികൾ 22ആണ്. മധ്യകർണത്തിലെ അസ്ഥികളുടെ എണ്ണം 3ആണ്. നട്ടെല്ലിൻ്റെ ആദ്യ കശേരുവുമായി തലയോട് ചേരുന്ന സ്ഥലത്ത് കാണപ്പെടുന്ന സന്ധിയാണ് കീലസന്ധി. നട്ടെല്ലിൻ്റെ ആദ്യ കശേരുവുമായി തലയോട് ചേരുന്ന സ്ഥലത്ത് കാണപ്പെടുന്ന സന്ധിയാണ് കീലസന്ധി. കൈമുട്ട്, കാൽമുട്ട് എന്നിവയിൽ കാണുന്ന സന്ധിയാണ് വിജാഗിരി സന്ധി. കൈമുട്ട്, കാൽമുട്ട് എന്നിവയിൽ കാണുന്ന സന്ധിയാണ് വിജാഗിരി സന്ധി.
താടിയെല്ലിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പല്ലിൻ്റെ ഭാഗമാണ് ദന്തമൂലം. താടിയെല്ലിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പല്ലിൻ്റെ ഭാഗമാണെന്ത്? ദന്തമൂലം. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഡെൻഡൈൻ. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ഡെൻഡൈനാണ്. അത് താടിയെല്ലിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പല്ലിൻ്റെ ഭാഗമാണ് ദന്തമൂലം. പല്ലിൻ്റെ പ്രധാന ഘടകമായ രാസപദാർത്ഥം കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. പല്ലിൻ്റെ പ്രധാന ഘടകമായ രാസപദാർത്ഥം കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. സ്ത്രീകളിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് ഹൃദ്രോഗ സാധ്യത കുറവായിരിക്കുന്നതിന് കാരണം ഏത് ഹോർമോണിൻ്റെ സംരക്ഷണമാണ്? ഈസ്ട്രജൻ. സ്ത്രീകളിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് ഹൃദ്രോഗ സാധ്യത കുറവായിരിക്കുന്നതിന് കാരണം ഈസ്ട്രജൻ എന്ന ഹോർമോണിൻ്റെ സംരക്ഷണമാണ്. അപ്പോൾ ഈസ്ട്രജൻ എന്ന ഹോർമോണിൻ്റെ സംരക്ഷണമുള്ളത് കൊണ്ടാണ് സ്ത്രീകളിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് ഹൃദ്രോഗ സാധ്യത കുറവായിരിക്കുന്നത്. ഈസ്ട്രജൻ എന്ന ഹോർമോൺ. ഹൃദയം പൂർണ്ണമായും വികസിക്കുമ്പോൾ ഹൃദയത്തിലേക്ക് രക്തം പ്രവേശിക്കുന്നു. അപ്പോൾ ധമനികളിൽ അനുഭവപ്പെടുന്ന കുറഞ്ഞ മർദ്ദമാണ് ഡയസ്റ്റലിക് പ്രഷർ. അപ്പോൾ ഡയസ്റ്റലിക് പ്രഷർ എന്നാൽ ഹൃദയം പൂർണ്ണമായും വികസിക്കുമ്പോൾ ഹൃദയത്തിലേക്ക് രക്തം പ്രവേശിക്കുന്നു. അപ്പോൾ ധമനികൾ അനുഭവപ്പെടുന്ന കുറഞ്ഞ മർദ്ദത്തിന് പറയുന്ന പേരാണ് ഡയസ്റ്റലിക് പ്രഷർ. സാധാരണഗതിയിൽ 80 മില്ലിമീറ്റർ മെർക്കുറിയാണ് ഈ ഡയസ്റ്റലിക് പ്രഷറിൻ്റെ അളവ് കാണിക്കുക. ഹൃദയത്തിൻ്റെ അൾട്രാസൗണ്ട് സ്കാൻ എന്ന് വിളിക്കപ്പെടുന്ന പരിശോധന ഏതാണ്? എക്കോ കാർഡിയോഗ്രാമാണ്. എക്കോ കാർഡിയോഗ്രാമിനെയാണ് ഹൃദയത്തിൻ്റെ അൾട്രാസൗണ്ട് സ്കാൻ എന്ന് അറിയപ്പെടുന്നത്. ശ്വാസകോശത്തിൽ നിന്ന് സിരകൾ വഴി ഓക്സിജന്റെ അളവ് കൂടിയ രക്തം എത്തുന്ന ഹൃദയഭാഗമാണ് ഇടത് എട്രിയം. ശ്വാസകോശത്തിൽ നിന്ന് സിരകൾ വഴി ഓക്സിജന്റെ അളവ് കൂടിയ രക്തമെത്തുന്ന ഹൃദയഭാഗമാണ് ഇടത് എട്രിയം. ശ്വാസകോശത്തിൽ നിന്ന് സിരകൾ വഴി ഓക്സിജന്റെ അളവ് കൂടിയ രക്തമെത്തുന്ന ഹൃദയഭാഗമാണ് ഇടത് എട്രിയം. ഹൃദയത്തിൻ്റെ അൾട്രാസൗണ്ട് സ്കാൻ എന്ന് വിളിക്കപ്പെടുന്ന പരിശോധനയാണ് എക്കോ കാർഡിയോഗ്രാം. ശ്വാസകോശത്തിൽ നിന്ന് സിരകൾ വഴി ഓക്സിജന്റെ അളവ് കൂടിയ രക്തമെത്തുന്ന ഹൃദയഭാഗമാണ് ഇടത് എട്രിയം. മനുഷ്യശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള രക്തകോശം എന്ന് പറയുന്നത് ചുവന്ന രക്താണുവാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള രക്തകോശം ചുവന്ന രക്താണുവാണ്. ഈ ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന ശരീരഭാഗമാണ് പ്ലീഹ. ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന ശരീരഭാഗം പ്ലീഹയാണ്. ചുവന്ന രക്താണുക്കൾ കൂടുതലുണ്ടാകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര് പോളിസൈത്തീമിയ എന്നാണ്. ചുവന്ന രക്താണുക്കൾ അളവിൽ കൂടുതലുണ്ടാകുന്ന അവസ്ഥയാണ് പോളിസൈത്തീമിയ. മനുഷ്യരത്തിൽ ഏറ്റവും കൂടുതലുള്ള രക്തകോശം ചുവന്ന രക്താണുവാണ്. ചുവന്ന രക്താണുക്കൾ അളവിൽ കൂടുതലുണ്ടാവുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര് പോളിസൈത്തീമിയ എന്നാണ്. ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന ശരീരഭാഗമാണ് പ്ലീഹ. സാർവിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് AB ഗ്രൂപ്പാണ്. സാർവിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് AB ഗ്രൂപ്പാണ്. രക്തം കട്ടപിടിക്കുവാൻ സഹായിക്കുന്ന രക്തത്തിലെ ഘടകങ്ങൾ അറിയപ്പെടുന്ന പേരാണ് കോയാഗുലന്റുകൾ. രക്തം ഘനീഭവിക്കുവാൻ സഹായിക്കുന്ന രക്തത്തിലെ ഘടകങ്ങൾ അറിയപ്പെടുന്ന പേരാണ് കോയാഗുലന്റുകൾ. അപ്പോൾ രക്തം കട്ടപിടിക്കലിനെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങളാണ് ആൻറ്റി കോയാഗുലന്റുകൾ. രക്തം കട്ടപിടിക്കലിനെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങളാണ് ആൻറ്റി കോയാഗുലന്റുകൾ. രക്തം കട്ടപിടിക്കാൻ സഹായകമായ രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റുകൾ. രക്തം ഘനീഭവിക്കാൻ സഹായിക്കുന്ന രക്തത്തിലെ ഘടകങ്ങൾ കോയാഗുലന്റുകൾ എന്നറിയപ്പെടുന്നു. രക്തം കട്ടപിടിക്കാൻ സഹായകമായ രക്തകോശം പ്ലേറ്റ്ലെറ്റുകൾ എന്നറിയപ്പെടുന്നു. രക്തം കട്ടപിടിക്കുവാൻ സഹായിക്കുന്ന എൻസൈം ത്രോംബോകൈനസ് ആണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന എൻസൈം ത്രോംബോകൈനസ് ആണ്. രക്തം കട്ടപിടിക്കാൻ സഹായമായ രക്തകോശം പ്ലേറ്റ്ലെറ്റുകളാണ്. രക്തത്തെ ഘനീഭവിക്കാൻ സഹായിക്കുന്ന രക്തത്തിലെ ഘടകങ്ങളാണ് കോയാഗുലന്റുകൾ. അപ്പോൾ ഈ രക്തം കട്ടപിടിക്കലിനെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകം ആൻറ്റി കോയാഗുലന്റുകൾ. ഹൈപ്പോഗ്ലൈസീമിയ എന്നാൽ എന്ത്? ഹൈപ്പോഗ്ലൈസീമിയ രക്തത്തിലെ പഞ്ചസാര കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോഗ്ലൈസീമിയ. ചുവന്ന രക്താണുക്കൾ കൂടുതലുണ്ടാകുന്ന അവസ്ഥ പോളിസൈത്തീമിയാണ്. ചുവന്ന രക്താണുക്കൾ പോളിസൈത്തീമിയയും രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കുറയുന്ന അവസ്ഥ, കൂടുന്ന അവസ്ഥയല്ല, പഞ്ചസാരയുടെ അളവ് കുറയുന്ന അവസ്ഥ ഹൈപ്പോഗ്ലൈസീമിയ എന്നും അറിയപ്പെടുന്നു.
ആഹാരത്തിലൂടെ ആമാശയത്തിലെത്തുന്ന രോഗാണുക്കളെ നശിപ്പിക്കുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. നമുക്കറിയാം ആമാശയത്തിലെ ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ആഹാരത്തിലൂടെ ആമാശയത്തിലെത്തുന്ന രോഗാണുക്കളെ നശിപ്പിക്കുന്നത്. ഭക്ഷണത്തിലടങ്ങിയിരിക്കുന്ന ജലാംശം ആഗിരണം ചെയ്യുന്ന ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ഭാഗമാണ് വൻകുടൽ. ഭക്ഷണത്തിലടങ്ങിയിരിക്കുന്ന ജലാംശം ആഗിരണം ചെയ്യുന്ന ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ഭാഗമാണ് വൻകുടൽ. പിത്തരസത്തിൽ അടങ്ങിയിരിക്കുന്ന പിഗ്മെൻറ്റുകളാണ് ബിലിറുബിനും ബിലിവെർഡിനും. പിത്തരസത്തിൽ അടങ്ങിയിരിക്കുന്ന പിഗ്മെൻറ്റുകളാണ് ബിലിറുബിനും ബിലിവെർഡിനും. ഈ ബിലിറുബിനാണ് മലത്തിന് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം. മലത്തിന് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം എന്ന് വെച്ചാൽ ബിലിറുബിനാണ്. അതുപോലെ തന്നെ മൂത്രത്തിന് മഞ്ഞ നിറത്തിന് കാരണമായ പദാർത്ഥം യൂറോക്രോമാണ്. മൂത്രത്തിൻ്റെ മഞ്ഞ നിറത്തിന് കാരണമായ പദാർത്ഥം യൂറോക്രോമാണ്. മലത്തിന് മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു ബിലിറുബിനാണ്. പിത്തരസത്തിൽ അടങ്ങിയിരിക്കുന്ന പിഗ്മെൻറ്റുകളാണ് ബിലിറുബിനും ബിലിവെർഡിനും. പിത്തരസം എവിടെ സംഭരിക്കുന്നു എന്ന് ചോദിച്ചാൽ പിത്താശയത്തിലാണ് പിത്തരസം സംഭരിക്കുന്നത്. മനുഷ്യശരീരത്തിൽ ഏറ്റവും കൂടുതൽ അമോണിയ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതെന്ന് ചോദിച്ചാൽ അത് കരളാണ്. മനുഷ്യശരീരത്തിൽ ഏറ്റവും കൂടുതൽ അമോണിയ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം കരളാണ്. രക്തപര്യനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ. രക്തപര്യനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ. വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ലവണജല സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന ഹോർമോണാണ് അൽഡോസ്റ്റിറോൺ. വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ലവണജല സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന ഹോർമോണാണ് അൽഡോസ്റ്റിറോൺ. രക്തപര്യനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോൺ അഡ്രിനാലിനാണ്. മനുഷ്യശരീരത്തിൽ ഏറ്റവും കൂടുതൽ അമോണിയ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം കരളാണ്. നിർജ്ജലീകരണം ഉണ്ടാകുമ്പോൾ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന ലവണമാണ് സോഡിയം ക്ലോറൈഡ്. അപ്പോൾ സോഡിയം ക്ലോറൈഡ് നിർജ്ജലീകരണം ഉണ്ടാകുമ്പോൾ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന ലവണമാണ് സോഡിയം ക്ലോറൈഡ്. ശരീരത്തിലെ ഏത് അവയവവുമായി ബന്ധപ്പെട്ടതാണ് പക്വാശയം? അത് ചെറുകുടലുമായി ബന്ധപ്പെട്ട അവയവമാണ് പക്വാശയം. പിത്തരസം എവിടെ സംഭരിക്കുന്നു? പിത്താശയത്തിൽ. മനുഷ്യരത്തിൽ ഏറ്റവും കൂടുതൽ അമോണിയ ഉൽപ്പാദിപ്പിക്കുന്ന അവയവമാണ് കരൾ. രക്തപര്യനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ. ശരീരത്തിൽ വീക്കം, അലർജി എന്നിവ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൾ. അടിയന്തര ഘട്ടങ്ങളിൽ ശരീരത്തെ പ്രവർത്തന സജ്ജമാക്കുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് അഡ്രീനൽ ഗ്രന്ഥി. ഗർഭാശയ ഭിത്തിയിലെ മിനുസപേശികളെ സങ്കോചിപ്പിച്ച് പ്രസവം സുഗമമാക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. ഗർഭാശയ ഭിത്തിയിലെ മിനുസപേശികളെ സങ്കോചിപ്പിച്ച് പ്രസവം സുഗമമാക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. ഹൈപ്പോതലാമസ് പുറപ്പെടുവിക്കുന്ന വാസോപ്രസിൻ ഹോർമോണിൻ്റെ അഭാവത്തിൽ ധാരാളമായി മൂത്രം പോകുന്ന രോഗാവസ്ഥയാണ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. അപ്പോൾ ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്ന് പറഞ്ഞാൽ ഹൈപ്പോതലാമസ് പുറപ്പെടുവിക്കുന്ന വാസോപ്രസിൻ എന്ന ഹോർമോണിൻ്റെ അഭാവത്തിൽ ധാരാളമായി മൂത്രം പോകുന്ന രോഗാവസ്ഥയാണ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. രക്തത്തിലെ ഗ്ലൂക്കോസ് അളവ് നിയന്ത്രിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. അപ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസ് അളവ് നിയന്ത്രിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. ജനിതക എഞ്ചിനീയറിംഗിലൂടെ സൃഷ്ടിച്ച ഇൻസുലിനാണ് ഹ്യൂമിലിൻ. ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥിയാണ്. മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് സഹായകമായ പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് പ്രോലാക്റ്റിൻ എന്ന് പറയുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ്. ഇത് മുലപ്പാൽ ഉൽപ്പാദനത്തിന് സഹായകമായ ഹോർമോണാണ്. പ്രോലാക്റ്റിൻ. വളർച്ചാ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി. ഈ പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് പ്രോലാക്റ്റിൻ.
വളർച്ചാഘട്ടത്തിന് ശേഷം വളർച്ചാ ഹോർമോണിൻ്റെ അമിതമായ ഉൽപ്പാദനം മൂലമുണ്ടാകുന്ന ശാരീരിക വൈകല്യമാണ് അക്രോമെഗലി. അപ്പോൾ അക്രോമെഗലി എന്ന് പറഞ്ഞാൽ വളർച്ചാഘട്ടത്തിന് ശേഷം വളർച്ചാ ഹോർമോണിൻ്റെ അമിതമായ ഉൽപ്പാദനം മൂലം ഉണ്ടാകുന്ന ശാരീരിക വൈകല്യമാണ് അക്രോമെഗലി. ഖണ്ഡത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്തഃസ്രാവി ഗ്രന്ഥി, ഖണ്ഡത്തിൽ നമ്മുടെ കഴുത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്തഃസ്രാവി ഗ്രന്ഥിയാണ് തൈറോയിഡ്. മുതിർന്നവരിൽ തൈറോക്സിൻ്റെ തുടർച്ചയായ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് മിക്സഡിമ. തൈറോക്സിൻ്റെ തുടർച്ചയായ കുറവ് മൂലം മുതിർന്നവരിലുണ്ടാകുന്ന രോഗമാണ് മിക്സഡിമ. ആസ്മ, സന്ധിവാതം എന്നിവയ്ക്ക് മരുന്നായി ഉപയോഗിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൾ. ആസ്മ, സന്ധിവാതം എന്നിവയ്ക്ക് മരുന്നായി ഉപയോഗിക്കുന്ന ഹോർമോൺ കോർട്ടിസോളാണ്. കോർട്ടിസോൾ ശരീരത്തിൽ നിന്നുള്ള സോഡിയം നഷ്ടം നിയന്ത്രിക്കുന്ന ഹോർമോണാണ് അൽഡോസ്റ്റിറോൺ ആണ് ശരീരത്തിൽ നിന്നുള്ള സോഡിയം നഷ്ടം നിയന്ത്രിക്കുന്ന ഹോർമോൺ. ശരീരത്തിൽ നിന്നുള്ള സോഡിയം നഷ്ടം നിയന്ത്രിക്കുന്ന ഹോർമോണാണ് അൽഡോസ്റ്റിറോൺ. അപ്പോൾ കോർട്ടിസോൾ എന്ന് പറയുന്നത് ആസ്മ, സന്ധിവാതം എന്നിവയ്ക്ക് മരുന്നായി ഉപയോഗിക്കുന്ന ഹോർമോണാണ്. വൃക്കയുടെ ആവരണമാണ് പെരിട്ടോണിയം. വൃക്കയുടെ ആവരണം പെരിട്ടോണിയമാണ്. മൂത്രത്തിന് മഞ്ഞ നിറത്തിന് കാരണമായ പദാർത്ഥം നമ്മൾ നേരത്തെ പഠിച്ചു, യൂറോക്രോം ആണ് മൂത്രത്തിൻ്റെ മഞ്ഞ നിറത്തിന് കാരണമായ പദാർത്ഥം. ആ മലത്തിന് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം ബിലിറുബിനാണ്. മലത്തിന് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം ബിലിറുബിനാണ്. ശരീരത്തെ ശുദ്ധിയാക്കുന്ന കെമിക്കൽ ലാബ് എന്നറിയപ്പെടുന്നത്, അതുപോലെ മനുഷ്യരീരത്തിലെ അരിപ്പ, ഫിൽട്ടർ എന്നറിയപ്പെടുന്നതൊക്കെ വൃക്കയാണ്. മനുഷ്യരീരത്തിലെ അരിപ്പ, മനുഷ്യരീരത്തിൽ അമരവിത്തിൻ്റെ ആകൃതിയിലുള്ള അവയവം, മനുഷ്യരീരത്തിലെ മനുഷ്യരീരത്തെ ശുദ്ധിയാക്കുന്ന കെമിക്കൽ ലാബ് എന്നൊക്കെ അറിയപ്പെടുന്നത് അത് വൃക്കയാണ്. മനുഷ്യ ശരീരത്തിൻ്റെ ശുദ്ധിയാക്കുന്ന കെമിക്കൽ ലാബ് വൃക്ക. മനുഷ്യരീരത്തിലെ അരിപ്പ അഥവാ ഫിൽട്ടർ എന്നറിയപ്പെടുന്നത് വൃക്കയാണ്. മനുഷ്യരീരത്തിൻ്റെ അമരവിത്താകൃതിയിലുള്ള അവയവമാണ് വൃക്ക. ഏത് അവയവത്തിൻ്റെ പ്രവർത്തന വൈകല്യത്തിന് പരിഹാരമായിട്ടാണ് ഡയാലിസിസ് നടത്തുന്നതെന്ന് ചോദിച്ചാൽ അത് വൃക്കയുടെയാണ്. ശ്വാസകോശത്തിൻ്റെ ആവരണമാണ് പ്ലൂറ. നമ്മൾ പഠിച്ചു വൃക്കയുടെ ആവരണം പെരിട്ടോണിയമാണ്. ശ്വാസകോശത്തിൻ്റെ ആവരണം പ്ലൂറ. ശ്വസനത്തിന് ശേഷം പുറത്തുവിടുന്ന വായുവിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് എത്ര ശതമാനമാണ്? 4 മുതൽ 5 വരെയാണ്. ശ്വസനത്തിന് ശേഷം പുറത്തുവിടുന്ന വായുവിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് 4 മുതൽ 5% വരെയാണ്. മുലപ്പാലിലടങ്ങിയിരിക്കുന്ന പഞ്ചസാരയാണ് ലാക്ടോസ്. ലാക്ടോസ് ആണ്. ത്വക്കിൽ മെലാനിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് അൽബിനിസം. അതിചർമ്മത്തിൻ്റെ മേൽപ്പാട അടർന്നു മാറുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് സോറിയാസിസ്. അതിചർമ്മത്തിൻ്റെ മേൽപ്പാട അടർന്നു മാറുന്നത് കാരണമുണ്ടാകുന്ന രോഗമാണ് സോറിയാസിസ്. മെലനോമ എന്ന അവസ്ഥ ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നതെന്ന് ചോദിച്ചാൽ ത്വക്കിനെയാണ്. മെലനോമ എന്ന ക്യാൻസർ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? ത്വക്കിനെയാണ് ബാധിക്കുന്നത്. ത്വക്കിൽ മെലാനിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന അവസ്ഥ എന്താണ്? അത് അൽബിനിസമാണ്. ഈ മെലനോമ എന്ന് പറയുന്ന ക്യാൻസർ അത് ത്വക്കിനെ ബാധിക്കുന്ന ക്യാൻസറാണ്. ശരീര സംരക്ഷണം, ആഗിരണം, സ്രവങ്ങളുടെ ഉൽപ്പാദനം എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്ന കലയാണ് ആവരണകല. ശരീര സംരക്ഷണം, ആഗിരണം, സ്രവങ്ങളുടെ ഉൽപ്പാദനം എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്ന കല ആവരണകല. ചൂട്, തണുപ്പ്, മർദ്ദം, സ്പർശം ഈ 4 സംവാദങ്ങളെയും ഒരുപോലെ ഗ്രഹിക്കാൻ കഴിയുന്ന ജ്ഞാനേന്ദ്രിയമാണ് ത്വക്ക്. ചൂട്, തണുപ്പ്, മർദ്ദം, സ്പർശം ഈ 4 സംവേദങ്ങളെയും ഒരുപോലെ ഗ്രഹിക്കാൻ കഴിയുന്ന ജ്ഞാനേന്ദ്രിയമാണ് ത്വക്ക്. മനുഷ്യരീരത്തിലെ ആകെ നാഡികളുടെ എണ്ണം എത്രയാണ്? 43 ജോഡിയാണ്. മനുഷ്യരീരത്തിലെ ആകെ നാഡികളുടെ എണ്ണം 43 ജോഡിയാണ്. മനുഷ്യരീരത്തിലെ ഏറ്റവും നീളം കൂടിയ പേശി എന്ന് വെച്ചാൽ അത് സാർട്ടോറിയസ് ആണ്. സാർട്ടോറിയസ് ആണ് മനുഷ്യരീരത്തിലെ ഏറ്റവും നീളം കൂടിയ പേശി. ശരീരത്തിലെ തപാലാഫീസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് തലാമസ് ആണ്. ശരീരത്തിലെ തപാലാഫീസ് എന്ന് വിശേഷിക്കപ്പെടുന്നത് തലാമസ് ആണ്. ഒരു കണ്ണുകൊണ്ട് നോക്കുമ്പോൾ എത്ര ഡിഗ്രി കോണളവിലുള്ള ദ്വിമാന കാഴ്ചയാണ് സാധ്യമാകുന്നതെന്ന് ചോദിച്ചാൽ 150 ഡിഗ്രിയാണ്. ഒരു കണ്ണുകൊണ്ട് നോക്കുമ്പോൾ എത്ര ഡിഗ്രി കോണളവിലുള്ള ദ്വിമാന കാഴ്ചയാണ് സാധ്യമാകുന്നത് എന്ന് വെച്ചാൽ 150 ഡിഗ്രി കോണളവാണ്. മനുഷ്യരീരത്തിൽ സ്വതന്ത്രമായി കാണപ്പെടുന്ന അസ്ഥിയാണ്
ഹയോയിഡ്, മനുഷ്യശരീരത്തിൽ സ്വതന്ത്രമായി കാണപ്പെടുന്ന അസ്ഥിയാണ് ഹയോയിഡ്. ശരീരത്തിലെ തപാലാഫീസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് തലാമസ് ആണ്. മനുഷ്യശരീരത്തിൽ ഏറ്റവും നീളം കൂടിയ പേശി സാർട്ടോറിയസ് ആണ്. രക്തകോശങ്ങളുടെ നിർമ്മാണ പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ഹീമോപോയിസസ്. ഹീമോപോയിസസ്, രക്തകോശങ്ങളുടെ നിർമ്മാണ പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ഹീമോപോയിസസ്. മനുഷ്യശരീരത്തിൽ ഏറ്റവും ഭാരം കുറഞ്ഞ എല്ല് സ്റ്റേപ്പിസ് ആണ്. ഈ മനുഷ്യശരീരത്തിൽ ഏറ്റവും ഭാരം കുറഞ്ഞ എല്ലെന്താണ്? സ്റ്റേപ്പിസ് ആണ്. മനുഷ്യശരീരത്തിലെ ആകെ നാഡികളുടെ എണ്ണം എന്ന് പറയുന്നത് 43. മനുഷ്യശരീരത്തിലെ ആകെ നാഡികളുടെ എണ്ണം 43. മസ്തിഷ്കത്തിൻ്റെ ഇടതുഭാഗം ശരീരത്തിൻ്റെ ഏതു ഭാഗത്തെയാണ് നിയന്ത്രിക്കുന്നത് എന്ന് വെച്ചാൽ വലതുഭാഗത്തെയാണ്. അപ്പോൾ മസ്തിഷ്കത്തിൻ്റെ ഇടതുഭാഗം വലതുഭാഗത്തെയും വലതുഭാഗം ശരീരത്തിൻ്റെ ഇടതുഭാഗത്തെയുമാണ് നിയന്ത്രിക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡിലാണ് മസ്തിഷ്കം നിയന്ത്രിക്കുന്നത്. മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട് നമുക്ക് വേറൊരു ടോപ്പിക്ക് എടുക്കാവുന്നതാണ്. പിന്നെ മനുഷ്യരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം എല്ലാം ഒന്നും പറയാൻ സാധിച്ചിട്ടില്ല. കുറേ അറിവുകൾ ഷെയർ ചെയ്തിട്ടുണ്ട്. വീണ്ടും വീണ്ടും കേട്ടാൽ നമുക്കത് ബൈ ഹാർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മയിൽ നമ്മുടെ PSC പരീക്ഷകൾ എഴുതുമ്പോൾ ഓപ്ഷനുകളിൽ നിന്ന് നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പിന്നെ കാണാം. ഓക്കെ, ബൈ.